കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് രേണു സുധി. മരിച്ചുപോയ സുധിയുടെ ഭാര്യ. പക്ഷെ സുധിയേക്കാൾ കൂടുതൽ പേരും പ്രശസ്തിയും പ്രോഗ്രാംസും ഒക്കെ ഇപ്പൊ രേണു സുധിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമാവില്ല അല്ലേ ജി? തീർച്ചയായിട്ടും തിളങ്ങി നിൽക്കുകയാണ്. അതെ, തിളങ്ങി നിൽക്കുകയാണ്. അത് രേണു സുധിയെ കണ്ടിട്ടില്ലാതെ ഒരു ദിവസം പോലും ഇന്ന് സോഷ്യൽ മീഡിയ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് കുപ്രസിദ്ധികളും ഒരുപാട് ഇൻ്റർവ്യൂസും ഒക്കെ അവരെ വെച്ചിട്ട് ഭയങ്കരമായ വൈറലാകുകയും ചാനലുകളുടെ മത്സരമാണ് അവരെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യാനും അവരെ വെച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കി മില്യൺസ് ആണ് ചാനലുകൾക്ക് അവരിൽ നിന്ന് ഇപ്പോൾ വരുമാനം, വ്യൂസ് വഴി വരുമാനം ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെ നല്ലൊരു ബിസിനസ് ആക്കി കൊണ്ട് നടക്കുകയാണ്. രേണു സുധിക്ക് മോശമല്ല, രേണു സുധിക്കും അത്യാവശ്യം നല്ല ആൽബംസും ഷോർട്ട് ഫിലിംസും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു ദിവസം 3-4 ലക്ഷമൊക്കെയാണ് അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ വ്യൂ പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിയിൽ പോകുമ്പോഴാണ് അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിവാദമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട, അല്ലെങ്കിൽ സമൂഹം കാണുകയോ അല്ലെങ്കിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു വിവാദത്തിലേക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ക്ലിപ്പിലൂടെ ഒരു സ്ത്രീ, അവരുടെ മുഖമോ അവരുടെ മറ്റു കാര്യങ്ങളോ അവർ റിവീൽ ചെയ്യാൻ റെഡിയല്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ചോദിക്കാം നമുക്ക്. എന്നിരുന്നാലും അവർ പറഞ്ഞൊരു അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി 2 വിവാഹമല്ല കഴിച്ചിരിക്കുന്നത്, 3 വിവാഹം കഴിച്ചിട്ടുണ്ട് നിയമപരമായിട്ട്. ക്ഷമിക്കുക, കൊല്ലം സുധി മരിച്ചുപോയ സുധി വിവാഹം കഴിച്ചിരിക്കുന്നത് 3 സ്ത്രീകളെയാണ്. അതിൽ ഈ പറയപ്പെടുന്ന 2ാമത് വിവാഹം കഴിച്ചിരിക്കുന്നത് രേണു സുധിയെ അല്ല, പകരം ഈ പറയുന്ന വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. നമുക്ക് ഇതിന് മുൻപ് അറിയാവുന്ന ഒരു കാര്യം, ആദ്യ ഭാര്യ മരണപ്പെട്ടു അതിനുശേഷം വിവാഹം കഴിക്കുന്ന രേണു സുധിയാണ് മാത്രമേ അറിയുള്ളൂ. രേണു സുധി ഇന്റർവ്യൂലും അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവരിപ്പോ പറയുന്നത് 6 വർഷം 7 വർഷം അവർ ഒരുമിച്ച് വിവാഹം കഴിച്ച് താമസിച്ചു. 2013 ഡിസംബർ 26-ാം തീയതിയാണ് വിവാഹം കഴിച്ചത്. ഞങ്ങൾ കൊല്ലം ഇവരുടെ 13 സെന്റ് സ്ഥലം എങ്ങാണ്ട് വിറ്റിട്ടാണ് അവർ കൊല്ലത്തേക്ക് സെറ്റിൽ ആവുന്നത്. ഇവര് നാട്ടുകാരിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒന്നും റിവീൽ ചെയ്യാൻ തയ്യാറല്ല. കൊല്ലത്തെ കോടതിയിൽ വെച്ചാണ് വിവാഹമോചനം. സുധിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഒഫീഷ്യൽ ഭാര്യയായിട്ട് തന്നെയാണ്. പിന്നെ കൊല്ലം സുധിയും ഈ പറയപ്പെടുന്ന രേണു സുധിയും പല പ്ലാറ്റ്ഫോമുകളിലും വന്നിരുന്നു പറഞ്ഞതെല്ലാം തന്നെ പച്ച കള്ളങ്ങളായി, 95% കള്ളങ്ങളായിരുന്നു എന്നാണ് ഇവരിപ്പോൾ ആരോപിക്കുന്നത്. അപ്പോഴും ഒറ്റ ക്വസ്റ്റ്യൻ ബാക്കി, എന്തുകൊണ്ട് സുധി ജീവിച്ചിരുന്നപ്പോൾ ഇതുവരെ പറഞ്ഞില്ല? സുധി ജീവനോടെ അല്ലേ ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞെന്ന് വരും, എന്തുകൊണ്ട് അന്ന് അവർ അലിഗേഷനുമായിട്ട് വന്നില്ല? സുധി കല്യാണം കഴിഞ്ഞ് ഈ സുധി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഒരു വർഷമായെന്ന് തോന്നുന്നു അല്ലേ? 1 വർഷത്തിന് ശേഷം ഇത്രയും ഗ്യാപ്പിനിടയ്ക്കും അവരൊന്നും കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പോൾ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി അത്യാവശ്യം ആർക്കും ഒക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് അവർ പ്രശസ്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ എന്നല്ല വിഷയം. അവർ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറി. അവർ ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുമെന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ വലിയ വലിയ ഷോകളിലേക്ക് പോകാനൊക്കെ പോകുന്നു. അതിൻ്റെ പേരിലുണ്ടായ ഒരു അസൂയയുടെ ഭാഗമായിട്ടാണോ ഇങ്ങനൊരു അലിഗേഷൻ പടുത്തു വിടുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ ജയ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ട്രെൻഡിങ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് രേണു സുധിയുടേത്. വലിയ വിവാദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിനയം മോശമാണ്, അല്ലെങ്കിൽ അവരുടെ ശാരീരിക അല്ലെങ്കിൽ വർണ്ണനകളൊക്കെ വെച്ചിട്ടുള്ള മോശമായ കമന്റുകൾ, ബോഡി ഷേമിങ്ങുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പക്ഷെ ഇത്ര ഗുരുതരമായ ഒരു അലിഗേഷൻ ആദ്യമായിട്ടാണ് രേണു സുധിക്കും കൊല്ലം സുധിക്കും എതിരെ ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും മെജോറിറ്റി മലയാളികളും വിചാരിച്ചിരുന്നത് ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം 2ാമത് വിവാഹം ചെയ്ത ഭാര്യയാണ്, കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ പറയുന്നത് 2ാമത് വിവാഹം ചെയ്തത് തന്നെയാണ്. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സാധാരണ ഇങ്ങനത്തുള്ള ആരോപണങ്ങൾ വരുന്നത് ഒന്നുകിൽ ഈ പറയുന്ന രേണു സുധിയോ അല്ലെങ്കിൽ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആളോ അവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലോ അവരെ മോശക്കാരിയാക്കുന്ന രീതിയിലോ ഒരു സംസാരമോ ആരോപണമോ ഉണ്ടാകുന്നു. അതിൻ്റെ ബദലായി അവരുടെ ഭാഗം പറഞ്ഞും അവരുടെ ന്യായം പറഞ്ഞും രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. നിരവധി അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇപ്പോൾ രേണു സുധി ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് എൻ്റെ സുധിച്ചേട്ടന് മുൻപ് ഇങ്ങനൊരു അഫെയർ ഉണ്ടായിരുന്നു, ഏതെങ്കിലും രീതിയിൽ തന്നെ കുടുംബത്തിനും അവർ ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ മറുവശം പറയാനായിട്ട് സ്വാഭാവികമായിട്ട് ഇവർ രംഗത്ത് വരികയാണെങ്കിൽ നമുക്കതിനെ ഒരു പരിധി വരെ അംഗീകരിക്കാം. പക്ഷേ ഒരു അലിഗേഷൻസോ അല്ലെങ്കിൽ അവരിലേക്ക് നീളുന്ന യാതൊരു സംശയങ്ങളോ അല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളും രേണു സുധി ഈ അടുത്തിടയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ശാരിക ഉൾപ്പെടെ രേണു സുധി ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയാണ്. അവർ ആ സമയത്ത് പോലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടില്ല. അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആരുടെയെങ്കിലും പേരുകൾ അവരുടെ അല്ലെങ്കിൽ അവരുടെ വേറെ വോട്ട്സ് പറഞ്ഞിട്ടോ അവരുടെ പാസ്റ്റ് പറഞ്ഞിട്ടോ വലിച്ചഴിച്ച് വെറുതെ ആളാവാൻ നിൽക്കാറില്ല. പക്ഷേ ആ രീതിയിലാണ് ഇപ്പോൾ ഒരു മലയാളത്തിലെ പ്രമുഖ ചാനലിന് കൊടുത്തിരിക്കുന്ന ഒരു വോയിസ് കോളാണ് അല്ലേ. കാര്യം അവർ മുഖം കാണിക്കാനോ അവരുടെ വേറെ വോട്ട്സ് പറയാനോ തയ്യാറാകുന്നില്ല. എങ്കിൽ തന്നെ അവർ പറയുന്നുമുണ്ട്, ഇതെല്ലാവർക്കും അറിയാം, എന്നെ ഞാൻ സുധിച്ചേട്ടനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശാരിക അവർ പ്രധാനമായിട്ട് പറയുന്നൊരു അലിഗേഷൻ രേണു സുധിയാണ് ഇവരുടെ ജീവിതം തകർത്തത്. രേണു സുധി അയക്കുന്ന മെസ്സേജുകൾ ഉൾപ്പെടെ കൊല്ലം സുധിയുടെ ഫോണിൽ കാണാനിടയായി. അതിനെ ചൊല്ലിയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ബന്ധം വഷളാകാൻ കാരണമായതെന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ആരോപണം.
അതായത് രേണുസുതി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളായെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണെന്ന് ഇവർ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ലൈം ലൈറ്റിലേക്ക് വരാത്തത്? ഇവർ തന്നെ പറയുന്നു അവർ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്ന സുധിച്ചേട്ടനോടൊപ്പം ഒരുപാട് സ്റ്റേജുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, വർഷങ്ങളോളം അഭിനയിച്ചിട്ടുണ്ട്. മിമിക്രി ഫീൽഡിലുള്ളവർക്കും അല്ലെങ്കിൽ ആ ഒരു TV സീരിയൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവർ തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു. കൃത്യമായിട്ട് അവർ ഡേറ്റും പറയുന്നു. 2013 ഡിസംബർ 26 ഇവർ വിവാഹിതരായതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രേണുസുതിക്ക് ഇങ്ങനൊരു പച്ചക്കള്ളമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെയും അവർ സമൂഹത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുകയും ധൈര്യപൂർവ്വം ആൾക്കാരുടെ വിമർശനങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അഭിനേത്രിയാണ് ഇപ്പോൾ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം. രേണുസുതി അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഞാൻ പേഴ്സണലി അവരെ ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി അവരൊരു ജെനുവിനായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചാനലിൽ ഷോസിന് വേണ്ടി നമ്മൾ അവരോട് ഒരുപാട് ഈ ടോക്ക് ഷോസിൽ അല്ലെങ്കിൽ Q&A ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരെ നമ്മൾ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പൂട്ടിക്കുന്ന നമ്മുടെ ഷോയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും അല്ലാതെ പേഴ്സണൽ വെന്റിറ്റൊന്നും ഒരു ആങ്കർ എന്ന നിലയിൽ നമുക്ക് അവരോടില്ല, അവരുടെ നിലപാടുകളോടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും നമ്മളോട് വളരെ സൗഹാർദ്ദപരമായിട്ടും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. ക്യാമറയ്ക്ക് വളരെ പക്വമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ ചിരിച്ചുകൊണ്ട് ഏത് ടൈപ്പ് ഹെൽത്ത് അവർക്കുണ്ട്, ആ ഒരു മെച്യൂരിറ്റി അവർക്കുണ്ട്. ആ ഒരു തലത്തിലാണ് അവർ പോകുന്നത്. അല്ല അത് മാത്രമല്ല, മറ്റൊരാളുടെ ഇപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് പിന്നിലിരുന്നു കൊണ്ട് മറ്റൊരാളുടെയെങ്കിലും കാര്യങ്ങളൊന്നും ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്താ ശാരിക അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ മീഡിയക്കാർ എന്നോട് അങ്ങനെ സംസാരിച്ചത്, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ അവരുടെ ഭാഗത്തു നിന്നില്ല. പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു, എനിക്ക് ജീവിക്കണ്ടേ. ആ ഒറ്റ പോയിന്റ് അവരെപ്പോഴും പറയുന്നത്, എനിക്ക് ജീവിക്കണ്ടേ, എൻ്റെ മക്കൾക്ക് ജീവിക്കണ്ടേ, വേറെ ആർക്കും ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല, അവർക്ക് ആരോടും എനിക്ക് ചെന്നെപ്പോഴും ചോദിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട് വാങ്ങിച്ചു കൊടുത്താലും വീടുള്ളതൊക്കെ മക്കൾക്ക് പേരിലാണ്, എന്നാലും അന്നുള്ള ആഹാരം കഴിയണ്ടേ, പ്രായമുള്ള അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു ന്യായമായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ ഒരു കേരളീയ സ്ത്രീയുടെ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ആവശ്യങ്ങളാണ് അവർ പറയുന്നത്. അവർ അതൊക്കെ മേലെ നിന്നുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ വർക്ക് ഹാർഡ് ചെയ്യുന്നു, വെറുതെ ഒന്നും അല്ല. നമുക്ക് പേഴ്സണലി അറിയാം, ട്രെയിനിൽ നിന്ന് വീഴുകയും അടുത്തേക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ഇവൻ നമ്മുടെ ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോലും എൻ്റെ ഇൻ്റർവ്യൂവിന് പോലും അവർ വരുന്നത് തൊട്ട് മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഫേസ് ചെയ്ത് വയ്യാതെ നടുവ് ഏണിന് പരിക്ക് പറ്റിയിട്ടാണ് അവർ ഇരുന്ന് എന്നോട് ഘോരം തർക്കിക്കുന്നത്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അവരുടെ പാഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്കിന് വേണ്ടിയിട്ട്. സോ അവർ പക്ഷേ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെ ബിഹൈൻഡ് ദ ക്യാമറയിൽ ഇരുന്നുകൊണ്ടോ രേണുസുതി ഒരാളെക്കുറിച്ചും ഒരാളുടെ ഇപ്പം ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ കുത്തി ചോദിക്കുന്നുണ്ട്. ആ ഷോയിൽ പോലും രേണു വളരെ പക്വമായിട്ടാണ് മറുപടി നൽകുന്നത്. അതൊക്കെ അവരുടെ കാര്യം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതമില്ലേ, എല്ലാവരുടെയും ഫ്രീഡത്തിനും ജീവിതത്തിനും അവരുടെ വാല്യൂ നമ്മൾ തടസ്സപ്പെടാൻ പാടില്ല. അപ്പം കൂട്ടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന രീതിയിൽ ഞാൻ അവരെ പ്രകോപിപ്പിക്കാൻ ഷോയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോലും രേണു പറയുന്ന മറുപടി, ശരി, അവർക്കൊക്കെ അതാണോ പണി, ഞങ്ങളുടെ ജീവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണോ പണി. സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ എല്ലാവരും വന്നു, ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം പോകണ്ടേ, ജീവിതം മുന്നോട്ട് കിടക്കല്ലേ എന്നൊരു നിലപാടായിരുന്നു പുള്ളിക്കാരത്തേക്ക്. എങ്കിൽ ഈ ഒരു അലിഗേഷൻ എന്തുകൊണ്ട് ഇപ്പോഴും ഈ മുഖം കാണിക്കാത്ത ശബ്ദം മാത്രം കൊണ്ടുവരുന്ന വ്യക്തിയോട് ഈ പറയുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്, എന്തിന് എല്ലാവർക്കും കയറി അങ്ങ് ചെണ്ടയടിക്കാനുള്ള ഒരാളായി മാറുമെന്നാണുള്ള ചിന്താഗതി കൊണ്ടായിരിക്കുമോ ഇവരിങ്ങനെ ഒരു ആരോപണം പടുത്തു വിട്ടതെന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമുണ്ട്. അതും അതിൽ സ്വാഭാവികമായിട്ട് ഈ രേണുസുതിയെ മാത്രമല്ല, കൊല്ലം സുധിയെ പോലും നിശിതമായ വലിയൊരു മോശമായിട്ടുള്ള പരിപാടി. സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, മരിച്ചവരെ പറ്റി മോശം പറയാറില്ല എന്ന് പറയുമ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് മരണം ആരെയും മഹത്വവൽക്കരിക്കുമെന്നൊരു കാഴ്ചപ്പാടില്ല. പക്ഷേ അടിസ്ഥാനരഹിതമാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായി ഇവർ രംഗത്ത് വരുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രധാന കൺസേൺ. എന്തെങ്കിലും ഒരു അടിസ്ഥാനമോ അല്ലെങ്കിൽ ആ രീതിയിൽ തന്റെ ഭാഗം ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമോ ആ സ്ത്രീക്ക് ഇപ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കതിനെ ഇത്ര വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, സുധി ചേട്ടനെ മരിച്ചു പോകുള്ളൂ, അങ്ങേരുടെ മകനുണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ട്, ആ ഒരു ഫാമിലി ഉണ്ട്. ഇപ്പൊ രേണുവിനോടാണ് ഇവർക്ക് വരാമെങ്കിൽ അവരെ വിടൂ, മറിച്ച് ആ ഒരു കുടുംബമില്ലേ, അദ്ദേഹത്തിന് അച്ഛൻ അമ്മ അങ്ങനെയുള്ള വേറബോട്ട്സുകളില്ലേ, എന്തിനാണ് അവരെ ഇങ്ങനെ ഇതിലാക്കി വലിച്ച? മരിച്ചുപോയൊരു വ്യക്തിയാണ്, ഇനി സ്വാഭാവികമായിട്ടില്ല ആ ഒരു വേർപാടിൽ നിന്ന് പോലും ഒരിക്കലും നമ്മുടെ ഏറ്റവും അടുത്ത അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ മരിക്കുമ്പോൾ നമുക്ക് മരണം വരെ ഉള്ള ഒരു കാര്യമാണ് ആ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തീർച്ചയായിട്ടും അപ്പോൾ അവരെ പറ്റി, അപ്പോൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ പറ്റി മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, അടിസ്ഥാനരഹിതമായിട്ടാണെങ്കിൽ അങ്ങനെ കേൾക്കേണ്ടി വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടെ ഈ പറയുന്ന സ്ത്രീ അടക്കം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. എങ്കിലും അവരത് ഘോരം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും രേണുസുതിയെ വൈരാഗ്യത്തോട് നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ഞാൻ നാണം കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അവർ മനസ്സിലാത്തൊരു കാര്യം അതാണ്. തുടക്കത്തിലെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് നല്ല നിശിതമായിട്ട് വിമർശിക്കുകയാണ്. എനിക്ക് രേണുസുതിയായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അവരെ ആവശ്യമില്ലാതെ അവരുടെ ജീവിതം കുളവാക്കണമെന്ന് താല്പര്യമില്ല, എനിക്ക് കൊല്ലസുധി ചേട്ടനുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. എന്നിട്ട് കൊല്ലസുധി ചേട്ടനെ കണക്കിന് പറയുന്നുണ്ട്. ഇത് അതായത്
അവരുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രശസ്തി നേടിയത്. പല സമയത്തും നിക്കക്കളി ഇല്ലാത്തപ്പോൾ പോലും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആഹാരം കഴിച്ച് അവിടെ കിടന്നിട്ടുള്ള മനുഷ്യനാണെന്ന് പോലും വളരെ നിശിതമായ രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ കൊല്ലം സുധി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്ത്രീ. എന്തായാലും അതെ. അപ്പൊ എന്തായാലും ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ രേണുസുധി, ചിലവരുണ്ടല്ലോ ഈ ചെണ്ടയാകുമ്പോൾ ആർക്കും ഒന്ന് ചെന്ന് അടിക്കാൻ തോന്നും. ചെണ്ട എപ്പോഴും മറ്റേ കൊട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം രേണുസുധി ഇപ്പോൾ ഒരു ചെണ്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പബ്ലിക്കായിട്ട് ചില ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? തല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന അമ്മാവനും വന്ന് ഇടി കൊടുത്തിട്ട് ആരാണോ എന്താണെന്ന് പോലും അറിയത്തില്ല. ചിലവർ ചില സിനിമയിൽ ജഗതിയൊക്കെ ചോദിക്കില്ല എന്തിനാണ് നീ എന്നെ അടിച്ചത് എന്ന് ചോദിക്കുന്ന പോലെ ഒരു സുഖം അവർക്ക് ഒരു സുഖം. അതായത് ഇപ്പൊ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഇന്റർവ്യൂസ് കൊണ്ടോ അവരുടെ നിലപാടുകൾ കൊണ്ടോ അവർ ചിലപ്പോൾ കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ നേടാം. അല്ലെങ്കിൽ അവർ വൈറൽ കണ്ടന്റ്, ഇപ്പൊ കുപ്രസിദ്ധി സുപ്രസിദ്ധി ഒരു ടാഗിനേ ഇല്ല, ഇപ്പൊ വൈറൽ കണ്ടന്റേ ഉള്ളൂ അല്ലെ. ലക്ഷ്യം ഫെയിമാണ്. അത് ഏറ്റവും നന്നായിട്ട് ഓടുന്ന കണ്ടന്റ് എന്നാവാം, അല്ലെങ്കിൽ വൈറൽ കണ്ടന്റ് എന്നാണ് ഇപ്പോൾ ജനറലി നമ്മൾ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ രേണുസുധി ഒരു വൈറൽ കണ്ടന്റ് ആണ്. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ പറയുന്ന വ്യക്തിക്ക് പണിയില്ലായിരിക്കാം അല്ലെങ്കിൽ ജോലിയില്ലായിരിക്കാം. പക്ഷെ എപ്പോഴും അവർ പറയുന്നൊരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല, ഞാനത് എൻ്റെ വ്യക്തിത്വം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ മുഖം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട്, ഒറ്റ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് ഇപ്പം രേണുസുധി വിവാഹം കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി അദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ട് ഈ 2013 വിവാഹിതയായ നിങ്ങൾ ഈ രേണുസുധിയും ഈ പറയപ്പെടുന്ന കൊല്ലം സുധിയുമായിട്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ വന്ന് സംഭവങ്ങൾ ഷെയർ ചെയ്യുന്നു? അവരവരുടെ ഫാമിലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നത് രേണുസുധിയാണ്. കൊല്ലസുധി ജീവിച്ചിരുന്ന സമയത്തും ഫാമിലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നത്, ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതും രേണുസുധിയും മക്കളെയുമാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് ഇവർ അലിഗേഷനുമായിട്ട് വന്നില്ല? ഈ പറയുന്ന മുഴുവൻ കള്ളങ്ങളാണെന്ന് തീർച്ചയായിട്ടും അയാൾ ജീവനോടെ ഉണ്ട് ആ സമയത്ത്. ഇന്ന് അദ്ദേഹം ഇല്ല ഈ ഭൂമിയിൽ. മരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടൊരു സത്യമാണ്. നമുക്ക് അറിഞ്ഞുകൂടാ അവരെവിടെയാണെന്നുള്ളത്. അവർ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ആൾക്കാരെ മുതലെടുക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാ. കാര്യം കൊല്ലം സുധിയുടെ സൈഡ് പറയാനായിട്ട് കൊല്ലം സുധി ഇത് ജീവനോടെ ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും അവർക്ക് എത്ര തരത്തിലുള്ള അലിഗേഷൻസ് ഉന്നയിച്ചാലും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എതിർഭാഗത്തുള്ള ഒരാൾക്ക് ഇത് പറ്റുന്നൊരവസ്ഥയല്ലോ. ആൾ ജീവനോടെ ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ പോലെ ഒന്ന് കോമൺ ആയിട്ട് ഒന്ന് ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇതിന്റെ ഒരു ജെനുവിനിറ്റി, ഇതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് പറയേണ്ട ആള് സുധിചേട്ടനായിരുന്നു. പക്ഷെ എന്തായാലും രേണുസുധിയുടെ ഗതികേട് ഓർക്കണം. കാരണം ഇപ്പോൾ ഓരോ ചാനലിൽ ഇരുന്ന് സ്വന്തം മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കോപ്പി കാണിക്കുകയാണ്. ഇത് ഞാനും അദ്ദേഹമായിട്ട് വിവാഹം കഴിച്ച മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണ്, ഇതിന്റെ എഗ്രിമെന്റ് ആണ്, ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരമുള്ള സംഭവങ്ങളാണ്, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് അവർക്ക് ഈ ഒരു ഗതികേട് കൂടെ വരുത്തി വെച്ച് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെറും പ്രശസ്തിക്ക് വേണ്ടി, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.